സകല വിശുദ്ധരുടെയും ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ബോധ്യത്തോടെ ഈ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുകൊണ്ട്, ഈ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ എന്നിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനമായ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. നമുക്ക് ലീഫ്ലെറ്റും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കതൊരു അനുഭവമാകും. അതിലെഴുതിയിരിക്കുകയാണ്, പിതാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധി നമ്മളിലേക്ക് വന്ന് നിറയും. എല്ലാവരും ശ്രദ്ധിക്കണേ. വിശുദ്ധനാകാൻ പോകുന്ന മഹാനായ ഫുൾട്ടൻ ജെൻഷീൻ പറയുകയാണ്, എന്തിന് നാം ദൈവത്തെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫുൾട്ടൻ ജെൻഷീൻ പറയുന്നു, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നില്ല. അഥവാ ആരാധിക്കാതിരുന്നാൽ ദൈവം അപൂർണനോ കുറവുള്ളവനോ ആയി മാറുന്നില്ല. മറിച്ച് നീ ദൈവത്തെ ആരാധിക്കാത്തപ്പോൾ നീ അപൂർണനും കുറവുള്ളവനുമായി മാറുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ അശുദ്ധി അകലുന്നു. പരിപൂർണനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ അപൂർണതകളെല്ലാം അകന്നു പോകുന്നു. അനന്തജ്ഞാനമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളിലുള്ള ദോഷത്തരങ്ങളെല്ലാം മാറി ജ്ഞാനം നമ്മിലേക്ക് നിറയുന്നു. അനന്ത സ്നേഹമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളിലുള്ള സ്നേഹത്തിന്റെ കുറവുകളെ പരിഹരിച്ച് നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. ഈ ബോധ്യത്തോടെ ഈ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ അനന്ത സൗന്ദര്യമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ വൈരൂപ്യങ്ങൾ അകന്നു പോകുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിപൂർണനായ ദൈവമേ, എൻ്റെ അപൂർണതകൾ അകലുവാൻ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, എൻ്റെ എല്ലാ അശുദ്ധിയും സമർപ്പിച്ച് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിൻ്റെയും മേൽ ആധിപത്യമുള്ള ദൈവമേ, എൻ്റെ എല്ലാ അടിമത്തങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അനന്ത സ്നേഹമായവനെ, എന്നിലുള്ള സ്നേഹത്തിന്റെ കുറവുകളെ സമർപ്പിച്ച് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. നിശബ്ദമായി എന്താണ് നമ്മുടെ ഉള്ളിലുള്ള കുറവ്? ദൈവത്തിന് കൊടുക്കാം. നമ്മെ അറിയുന്ന ദൈവം ഓരോ ദിവസവും, അഥവാ അകലെ വെച്ച് തന്നെ നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവം പരിശുദ്ധനാണ്. ആ ദൈവം സൗന്ദര്യമുള്ളവനാണ്. ആ ദൈവം പരിപൂർണനാണ്. അവനാണ് നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വമേ, ഞാൻ ആരാധിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യമായി എന്നിലേക്ക് കടന്നു വരുന്ന ദൈവവചനത്തിന്റെ അഭിഷേകം എന്നിൽ നിറയ്ക്കുന്ന ഈശോയെ, ഞാനിതാ അങ്ങയെ ആരാധിക്കുന്നു. നിശബ്ദമായി ആരാധിക്കുക. എന്താണ് നമ്മിലുള്ള കുറവ്? എന്തിനു വേണ്ടിയാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? ദൈവത്തിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവേ, ആ പരിപൂർണതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിപൂർണനായ ദൈവമേ,
എൻ്റെ ആത്മാവിൻ്റെ അപൂർണതകളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പരിപൂർണനായി ഞാൻ മാറുവാൻ വേണ്ടി അങ്ങയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ അടുത്ത സ്റ്റെപ്പായ വിശുദ്ധീകരണത്തിൻ്റെ മേഖലകളിലേക്ക് നമുക്ക് കടക്കാം. ദൈവമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ രാജ്യം, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ രാജ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യം എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് ആദ്യം ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവിൽ ജീവൻ വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം തനിയെ ദൈവത്തിലേക്ക് തിരിയും. വിശ്വാസത്തോടെ നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ കുറവുകളും ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ ആത്മാവിൻ്റെ ദാഹവും വിശപ്പും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമല്ലാതെ എൻ്റെ ആത്മാവിലുള്ള ജീവിത വ്യഗ്രതകള്, ആസക്തികള്, പാപത്തിൻ്റെ മേഖലകള്, മുറിവേറ്റ സാഹചര്യങ്ങള്, ആത്മാവിൽ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കണമേ. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാനൊരു മൃഗത്തെ പോലെയായി മാറി. എങ്കിലും കർത്താവിൻ്റെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. നമ്മുടെ ആത്മാവ് മുറിവേറ്റ അവസ്ഥകളിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണ, അനന്തമായ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആത്മാവിനെ ബലമുള്ളതാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് വരുവാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ആത്മാവ് ഏതവസ്ഥയിലാണ്? ഒത്തിരിയേറെ വ്യഗ്രതകളിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവിൽ ഒത്തിരിയേറെ വ്യഗ്രതകളുണ്ട്. ജീവിതത്തിൻ്റെ വ്യഗ്രത ഇത് സമർപ്പിക്കാൻ. ഈശോയെ, ഈ 9 ദിവസങ്ങളും എൻ്റെ ആത്മാവ് നിന്നോട് ചേർന്നിരിക്കുവാൻ, ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്ന്, ആസക്തികളിൽ നിന്ന് അകന്നു മാറി ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ സമർപ്പിക്കാം. വിശപ്പ് ഒരുവനെ കൊണ്ട് കഠിനമായി അധ്വാനിപ്പിക്കുന്നു എന്നാണ് സുഭാഷിതങ്ങൾ പറയുക. നമ്മുടെ ആത്മാവിലുള്ള വിശപ്പാണ് നമ്മളെ കൊണ്ട് കൂടുതൽ കഠിനമായി അധ്വാനിപ്പിക്കുന്നത്. ഈശോയെ, എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി ഈ നിമിഷം എൻ്റെ ആത്മാവിൽ എന്തൊക്കെയുണ്ടോ ദൈവസന്നിധിയിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. ഈശോ പറഞ്ഞു, ഈ ലോകം മുഴുവനും നേടാൻ വേണ്ടി നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ, ലോകത്തിൻ്റെ പലതും നേടാൻ വേണ്ടി എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളുടെ മേൽ കരുണയായിരിക്കുന്നത്. ദൈവം എൻ്റെ ആത്മാവിൽ നിക്ഷേപിച്ച പരിപൂർണത, ദൈവം എൻ്റെ ആത്മാവിന് നൽകിയ ദൈവിക സൗഭാഗ്യത്തെ അനുഭവിക്കുവാനുള്ള ഞാൻ കാണിച്ച എൻ്റെ വൈമനസ്സിന് ഇതൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അംഗീകാരത്തിനും സമ്പത്തിനും അറിവിനും സൗന്ദര്യത്തിനും സുഖങ്ങൾക്കും വേണ്ടി ഞാൻ നടന്നപ്പോഴും
എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ, എൻ്റെ ആത്മാവിൽ ദൈവിക ജീവൻ കുറഞ്ഞു പോയ നിമിഷങ്ങൾ, എൻ്റെ ആത്മാവ് ദൈവം ആഗ്രഹിച്ച രീതിയിൽ പ്രവർത്തനക്ഷമതമാകാത്ത സാഹചര്യങ്ങൾ എല്ലാം ഇതാ സമർപ്പിക്കുന്ന ദൈവമേ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ എൻ്റെ ആത്മാവിൽ പ്രകടമാകാഞ്ഞത് മൂലം തെറ്റുപറ്റിപ്പോയ നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവൻ നൽകണമേ, എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് നമ്മുടെ മനസാക്ഷിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയില്ലേ, മനസാക്ഷി കണ്ണുകൾ തുറന്നും പിടിക്കാം. ചിലപ്പോൾ ഉറക്കം വരെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നതുകൊണ്ട് നമുക്ക് ഉറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പിതാവാണ് നമ്മളെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്ന് നമ്മളിവിടെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനാണ് നാം ഇവിടെ ആയിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പ്രത്യേകിച്ച് വളർന്നവർക്ക് വേണ്ടിയുള്ള ധ്യാനമാകുമ്പോൾ നമ്മളിവിടെ കൂടുതൽ പ്രാർത്ഥനകളും ദൈവത്തോട് ലയിക്കുവാനുള്ള പ്രഘോഷണങ്ങളൊക്കെയാണ് കേൾക്കുക. അപ്പോൾ എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥമെന്നും എന്തിനു വേണ്ടി നാം ജീവിക്കണമെന്നൊക്കെ ഇവിടെ നാം കേൾക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയവും നമ്മുടെ ബോധ്യങ്ങളൊക്കെ മാറി ഒരു ദൈവികമായ വിത്ത് നമ്മളുള്ളിൽ പാകണം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മനസാക്ഷി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മനസാക്ഷിയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനസാക്ഷിയാണ് നിഗൂഢവും രഹസ്യാത്മകവുമായ ദൈവത്തിൻ്റെ ഒരു ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്. അവിടെ അത് നിഗൂഢമായി സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ മനസാക്ഷി. നമ്മുടെ ഉള്ളിൽ ദൈവസ്വരം കേട്ടുകൊണ്ട് അപ്പോൾ നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നമ്മളോട് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയും, ഇതാണ് വഴി, ഇതിനെ പോവുക. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിൻ്റെ ശബ്ദവും അതിനൊപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിയിൽ ഒത്തിരിയേറെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികൾ പാകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒക്കെ നമുക്കറിയാം, മനുഷ്യരൊക്കെ നമ്മളോട് പലതും പറയാറുണ്ട്, ഇതിങ്ങനെ പോകണം, അല്ലെ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഉപവസിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ഒത്തിരിയേറെ ചെടികൾ നമ്മുടെ മനസാക്ഷിയിൽ കടന്നു വരുമ്പോൾ പിതാവ് നട്ട ചെടി വളരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. വിശ്വാസത്തിൻ്റെ ഒത്തിരിയേറെ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഞെരുക്കപ്പെടുന്ന അവസ്ഥ. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി അടിസ്ഥാനമിട്ട് വളർന്ന് പൊങ്ങാനാവാത്ത വിധം ഒത്തിരിയേറെ പഴഞ്ചൊല്ലുകൾ, ലോകത്തിൻ്റെ ബോധ്യങ്ങൾ നമ്മളെ പിടിച്ച് അമർത്തി വെച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ മനസാക്ഷിയെ ദൈവത്തിന് കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവേ, അങ്ങ് എൻ്റെ മനസാക്ഷിയെ പരിശോധിക്കണമേ. ഞാൻ എൻ്റെ മനസാക്ഷിയെ പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ ന്യായീകരണങ്ങൾ നമുക്കുണ്ടാവും. മനസാക്ഷിയിലാണ് പാപബോധമുണ്ടാവുക. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മനസാക്ഷിയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മനസാക്ഷിയിൽ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് പാപബോധം നൽകണമേ. എൻ്റെ പാപത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, പാപബോധമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ മനസാക്ഷിയിൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ എൻ്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ മനസാക്ഷിയെ മോചിപ്പിക്കണമേ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിന്
വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ പരിശോധിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പാപബോധം നൽകും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. നമ്മുടെ എല്ലാ പാപങ്ങളും പാപ സാഹചര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പാപബോധം നൽകും. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, അഗസ്തീനോസിനെ ദൈവം മാനസാന്തരപ്പെടുത്തിയപ്പോൾ ആദ്യം അഗസ്തീനോസിൽ നിന്ന് എടുത്തു മാറ്റിയത് സ്വയം ന്യായീകരിക്കുന്ന സ്വഭാവത്തെ ആയിരുന്നു എന്ന്. വളർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു കുറവ്, നമ്മുടെ പാപങ്ങൾ ഒത്തിരിയേറെ നമ്മൾ പലപ്പോഴും ന്യായീകരിക്കാറുണ്ട്, സാഹചര്യങ്ങളെ ന്യായീകരിക്കാറുണ്ട്, നമ്മെ തന്നെ ന്യായീകരിച്ച് നാം നമ്മുടെ പാപങ്ങൾ മറച്ചു പിടിക്കാറുണ്ട്. എന്നാൽ അഗസ്തീനോസ് തൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ ലോകത്തിന് മുമ്പിൽ തൻ്റെ പാപങ്ങളെല്ലാം തുറന്നു വയ്ക്കുവാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നിയില്ല. അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ പാപങ്ങൾ മുഴുവനും കഴുകി വിശുദ്ധീകരിച്ചു എന്ന് വിശ്വാസം വന്നപ്പോൾ ഒരിക്കലും അത് ലോകത്തിന് മുമ്പിൽ ഏറ്റു പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നിയില്ല. നമ്മുടെ മനസാക്ഷിയെ സമർപ്പിച്ചുകൊണ്ട് എവിടെയൊക്കെ ഞാൻ എൻ്റെ പാപത്തെ ന്യായീകരിക്കുന്നുണ്ടോ, എവിടെയൊക്കെ സൗജന്യമായി നീതി എന്നിലേക്ക് ഒഴുകുവാൻ തടസ്സമായിട്ടുള്ള എൻ്റെ ദൈവത്തിൻ്റെ നീതീകരണം എന്നിലേക്ക് കടന്നു വരാത്ത രീതിയിൽ എൻ്റെ ഉള്ളിലുള്ള ന്യായീകരണങ്ങളെ എടുത്തു മാറ്റണേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കാം. പാപബോധം നൽകണമേ. കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നമ്മിൽ പ്രകടമാകും. ന്യായീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം മോചിക്കപ്പെടുമ്പോൾ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ നീതി നമ്മിൽ പ്രകടമാകും. ദൈവമേ, എൻ്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികൾ, കൂദാശയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മാമോദീസ, വിശുദ്ധ കുർബാന, സ്ഥൈര്യലേപനം, കുമ്പസാരം, ഇങ്ങനെ ഒത്തിരിയേറെ ദൈവിക കൃപ നമ്മിലേക്ക് ഒഴുകുന്ന ആ വലിയ വരപ്രസാദത്തിൽ നമ്മെ അകറ്റുന്ന പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ്സുകൾ നാം കേട്ടിട്ടുള്ള, കൂദാശകൾക്കെതിരായി നാം കേട്ടിട്ടുള്ള ബോധ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ കുർബാനയിൽ നിന്ന്, കുമ്പസാരം എന്ന കൂദാശയിൽ നിന്ന്, മാമോദീസ എന്ന വലിയ കൂദാശയിലൂടെ എന്നിലേക്ക് തുറക്കപ്പെട്ട ദൈവവരത്തിൻ്റെ വലിയ അനുഭവത്തിൽ തന്നെ തടസ്സപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ തെറ്റായ പഠിപ്പിക്കലുകൾ, ലോകത്തിൻ്റെ ബോധ്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള അവയെല്ലാം ഈ നിമിഷം പിതാവ് നട്ടതല്ലാത്ത സകല ചെടികളും എൻ്റെ മനസാക്ഷിയിൽ നിന്ന് പിഴുതു മാറ്റണമേ ദൈവമേ. ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രകടമാകുവാൻ, പരിശുദ്ധാത്മാവ് നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മിലുള്ള സകലതും ആത്മാവ് വെളിപ്പെടുത്തി അവയെല്ലാം വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ മനസാക്ഷിയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ എല്ലാ തെറ്റായ ബോധ്യങ്ങളെയും സമർപ്പിക്കുന്നു, സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത സകല ചെടികളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, പാപബോധം നൽകണമേ. യഥാർത്ഥമായ അനുതാപത്തിലേക്ക്, യഥാർത്ഥമായ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ജ്ഞാനവും ഞങ്ങളിലേക്ക് ഒഴുകുവാനുള്ള ഈ ലോകത്തിന്റെ ബോധ്യങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് പിഴുതു മാറ്റപ്പെടുവാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തത്താൽ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് വിമുക്തമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പാണ് മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ.
നമുക്കറിയാം, നമ്മുടെ മനസ്സ് ആത്മാവിനോട് ചേരുമ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യരായി മാറുക. മനസ്സ് ശരീരത്തോട് ചേരുമ്പോൾ നാം ജഡിക മനുഷ്യരായി മാറും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനസ്സിന് അതിൻ്റെതായ ഒരു വ്യക്തിത്വമില്ല. അത് ആത്മാവിനോട് ചേരുമ്പോൾ അത് ആത്മീയമായി വളരും. ശരീരത്തോട് ചേരുമ്പോൾ അത് ഈ ലോകത്തിന് അനുരൂപമായി പോകും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ എല്ലാം സമർപ്പിക്കാം. നമ്മുടെ വികാരങ്ങൾക്ക് അതിൽ തന്നെ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ വികാരങ്ങൾ ആത്മീയമായി ദൈവത്തോട് ചേരുമ്പോഴാണ് ആത്മീയമായ വികാര വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങളെല്ലാം ആത്മീയമാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ജഡത്തോടും ഈ ലോകത്തോടുമുള്ള ആസക്തികളിലേക്ക് നാം പോകുമ്പോൾ ആ വികാരങ്ങളെല്ലാം ജഡികമായി മാറും. അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ ഇന്നുവരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് നാം എന്ന ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ഇപ്പോഴും നാം എന്ന ഒരു വ്യക്തിക്ക് വ്യക്തിത്വം നൽകിയ ഇങ്ങനെയുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിന് കൊടുക്കാം. കാരണം പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മരുന്നിനോ സൈക്കാട്രിസ്റ്റിനോ കടന്നു വന്ന് സുഖപ്പെടുത്താൻ സാധിക്കില്ല. ഒത്തിരിയേറെ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആത്മീയതയിലേക്ക് കടന്നു വന്നപ്പോഴും ആത്മീയതയിൽ തന്നെ മടുപ്പുണ്ടാക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശുശ്രൂഷ വിട്ടുപോകാനുള്ള പ്രേരണകൾ നമുക്കുണ്ടായിട്ടുള്ള മടുപ്പുകൾ, മുറിവുകൾ, അതുപോലെ നമ്മെ സ്വാധീനിച്ച, നമ്മെ ഇപ്പോഴും പിന്തുടരുന്ന നമ്മുടെ ചില സ്വഭാവങ്ങൾ, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിച്ച കഴിഞ്ഞകാല ജീവിതത്തിലുള്ള സംഭവങ്ങൾ. എത്രമാത്രം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന മറക്കാനാവാത്ത പാപത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും കയ്പുകൾ, അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് കൊടുക്കണം. പൗലോസ് പറയുകയാണ്, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിതം നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിശുദ്ധിയുടെ അനുഭവം, വിശുദ്ധിയുടെ ആത്മാവ് നമ്മിൽ ഇന്ന് പ്രവർത്തിക്കണം. ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ, നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവിനോട് ചേരുവാൻ, നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വികാരങ്ങളും ആത്മാവിനോട് ചേർന്ന് ഒരു ആത്മീയ മനുഷ്യന് എന്ന പോലെ, ആത്മീയ മനുഷ്യൻ എന്ന രീതിയിൽ ജീവിതം നയിക്കാൻ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കണമേ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവഹിതം എന്തെന്നറിയാൻ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നറിയുവാൻ എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ വികാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. സമർപ്പിക്കാം. ഇവിടെ കഴിഞ്ഞകാല ജീവിതത്തെ സമർപ്പിക്കുക. പലതും നമുക്ക് അസാധ്യമായ കാര്യങ്ങളാവാം. എത്ര പ്രാർത്ഥിച്ചിട്ട് നമ്മെ വിട്ടുപോകാത്ത സംഭവങ്ങളാവാം. പക്ഷേ നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ യേശുവാണ്. അവിടുന്നാണ് നമ്മെ രക്ഷിക്കുന്നവൻ. അവിടുന്നാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കി തരുന്നവൻ. പക്ഷേ നാം ദൈവത്തിലേക്ക് ആശ്രയിക്കുമ്പോൾ, നാം ദൈവത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. നാം ഒന്ന് മാത്രമേ ചെയ്യേണ്ടൂ. ദൈവമേ, ഇതാ ഞാൻ. കർത്താവിന് കൊടുക്കുക. കർത്താവേ, ഇതാ ഞാൻ. എനിക്ക് പലതും സാധിക്കുന്നില്ല, പലതും എനിക്ക് അസാധ്യമാണ്, എന്നാൽ നിനക്കെല്ലാം സാധ്യമാണ്. കർത്താവേ, എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ.
എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവെ അവിടുന്ന് കടന്നു വരണമേ. ഇന്ന് എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ ഇന്നലകളിലേക്ക് പരിശുദ്ധാത്മാവെ കടന്നു ചെന്നുകൊണ്ട് അമ്മയുടെ ഉദരം മുതൽ ഈ നിമിഷം വരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെന്ന് വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ്, അമലോത്ഭവ പാപത്തിൽ നിന്ന് മറിയത്തെ കാത്തുരക്ഷിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ ഈ നിമിഷം വരെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഇന്നലകളെ മുഴുവനും അവിടുന്ന് ഏറ്റെടുക്കണമേ. എൻ്റെ ഇന്നലകളിലേക്ക് പരിശുദ്ധാത്മാവ് എങ്ങനെ കൃപാവരം ഒഴുക്കണമേ. എൻ്റെ മുറിവുകളെ ഉണക്കണമേ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സർവശക്തനാണ്. യേശു എൻ്റെ രക്ഷകനാണ്. വിശുദ്ധ അഗസ്തീനോസ് ബലഹീനതകളിൽ വേദനിച്ചപ്പോൾ പഴയ പാപ സാഹചര്യങ്ങളൊക്കെ അഗസ്തീനോസിനെ വേട്ടയാടി വീണ്ടും അതിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചപ്പോൾ അഗസ്തീനോസ് ദൈവത്തിന്റെ മുൻപിൽ നിലവിളിച്ചു, കർത്താവേ, ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അവിടെ അരുളി ചെയ്യണമേ. എനിക്ക് സാധിക്കില്ല, എന്നാൽ ഞാനാണ് എൻ്റെ രക്ഷ, ഞാനാണ് നിന്റെ രക്ഷ എന്ന് ദൈവമേ നീ എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ. ഈ വചനം ഉച്ചത്തിൽ നമ്മുടെ മനസ്സിലും പ്രഘോഷിക്കപ്പെടട്ടെ. നാം അല്ല നമ്മുടെ രക്ഷകൻ, യേശുവാണ് നമ്മുടെ രക്ഷകൻ. സകല പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവൻ ദൈവമാണ്. കർത്താവേ, ഇതാ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ദൃഢമായി ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷകനെന്ന് എൻ്റെ പ്രാണനോട്, എൻ്റെ മനസ്സാക്ഷിയോട്, എൻ്റെ മനസ്സിൻ്റെ ഓരോ തലങ്ങളോടും അവിടെ നീ നിമിഷം പ്രഘോഷിക്കണമേ. പ്രാർത്ഥിക്കുക. എത്രമാത്രം നാം ദാഹിക്കുന്നുണ്ടോ, എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് വേണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ, അതിനേക്കാൾ ഉപരിയായി ദൈവം ദാഹിക്കുന്നുണ്ടോ, ആ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിൽ ഇതാ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിലായിരിക്കുന്നു. കർത്താവേ, എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ദൈവഹിതം മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുവാൻ, എന്തിനു വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ, എനിക്ക് എത്രമാത്രം വില ദൈവം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവിധം എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, യഥാർത്ഥമായ ആത്മീയതയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ. കർത്താവേ, ദൈവിക സൗഭാഗ്യത്തിന്റെ നിറവിലേക്ക്, ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളുടെ മനസ്സാക്ഷി കടന്നു വരുവാൻ, ഞങ്ങളുടെ മനസ്സ് കടന്നു വരുവാൻ, ഞങ്ങളുടെ വികാര വിചാരങ്ങളെല്ലാം ദൈവികമായി മാറുവാൻ വേണ്ടി ദാഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിൽ കത്തിപ്പടരണമേ. ഞങ്ങളുടെ ബോധ മനസ്സിൽ, ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ, ഞങ്ങളുടെ ബോധ മനസ്സിൽ എല്ലാം കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ജീവിതത്തിലെ അടുത്ത പോയിന്റാണ് ഇന്ദ്രിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആത്മീയതയുടെ വാതിലാണ്. ഈശോ പറയുന്നുണ്ട്, മത്തായി 6:6 പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ കതകുകൾ. നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ മുറിയിൽ കയറി ഇന്ദ്രിയങ്ങളാകുന്ന കതകുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്.
പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവ അനുഭവം നമുക്കുണ്ടാവുക. ഇവിടെ കൂടുതലായി നാം പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ, പ്രാർത്ഥിക്കേണ്ട മേഖലകളൊക്കെ നാം വിശദീകരിച്ചു തരും. അതിനുവേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദൈവികമായി മാറണം. ഇത് നാം അല്ല ചെയ്യുക, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ നാം ഒന്ന് ചെയ്യേണ്ടത് നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. അഗസ്തീനോസ് പറയുകയാണ്, അഗസ്തീനോസിന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും ഇന്ദ്രിയ സുഖത്തിനു വേണ്ടിയായിരുന്നു ജീവിച്ചത്. കണ്ണുകൾ കൊണ്ട് ഒത്തിരിയേറെ അശുദ്ധി കണ്ടു, കാതുകൾ കൊണ്ട് ഒത്തിരിയേറെ അശുദ്ധികളൊക്കെ കേട്ടു, നാവ് കൊണ്ട് ഒത്തിരിയേറെ അശുദ്ധികളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തു. സ്പർശനേന്ദ്രിയത്തിൽ ഒത്തിരിയേറെ ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ചു. ഇങ്ങനെ അഗസ്തീനോസിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു കാലത്ത് വലിയ ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി ദാഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറയുകയാണ് തന്റെ ആത്മകഥയിൽ, ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവത്തിലേക്ക് തന്റെ ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുത്തപ്പോൾ അവിടുന്ന് എൻ്റെ കണ്ണുകളിൽ ശക്തമായ പ്രകാശത്തെ അടുപ്പിച്ചു. ദൈവത്തിന്റെ ശക്തമായ പ്രകാശം എൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ ഒരു അന്ധമായി മാറി. എൻ്റെ കണ്ണുകളിലേക്ക് ഈ ലോകത്തിലേക്കുള്ള ഒരു അന്ധത കടന്നു വന്നു. പൗലോസ്ലീഹയൊക്കെ മാനസാന്തരപ്പെട്ടപ്പോൾ നമുക്കറിയാം, കണ്ണുകൾ അടഞ്ഞുപോയി. 3 ദിവസം കണ്ണ് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ അനന്യാസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് അഴിഞ്ഞു വീണു. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോഴാണ് ദൈവത്തിന്റെ ശക്തമായ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാവുക. വരദാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ സംഭവിക്കുക. അഗസ്തീനോസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ ശക്തമായ പ്രകാശം എൻ്റെ കണ്ണുകളിലേക്ക് നിറയുവാൻ. പൗലോസ്ലീഹ കണ്ടതുപോലെ ഒരു മിന്നലൊളി അദ്ദേഹത്തിന്റെ മേൽ പതിച്ചു, അദ്ദേഹത്തിന്റെ കണ്ണുകളെ അന്ധമാക്കി. നമുക്കറിയാം, നട്ടുച്ചയ്ക്ക് നാം സൂര്യനെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു ഇരുട്ടാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിലേക്ക് നാം തിരിയുമ്പോൾ ഇതുപോലൊരു അന്ധത നമുക്ക് അനുഭവപ്പെടും. കണ്ണുകളിൽ ഒരു ഇരുട്ട് അനുഭവപ്പെടും. ഈ ഇരുട്ട് ഈ ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്ന് നമ്മെ മറയ്ക്കും. ബോധ്യത്തോടെ നമ്മുടെ കണ്ണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കണ്ണുകളിലേക്ക് ദൈവമേ ദൈവികമായ ജ്ഞാനത്തിന്റെ പ്രകാശം, എൻ്റെ കണ്ണുകളിൽ എഴുതുവാൻ ജ്ഞാനമാകുന്ന അഞ്ജനം, ആ ഒരു വലിയ പ്രകാശം എൻ്റെ ആന്തരിക നയനങ്ങൾക്ക് നീ നൽകണമേ കർത്താവേ. വീണ്ടും അഗസ്തീനോസ് പറഞ്ഞു, എൻ്റെ കണ്ണുകളിൽ, എൻ്റെ കാതുകളിൽ അവിടുന്ന് ശക്തമായ തൻ്റെ ശബ്ദം മുഴക്കിയപ്പോൾ ഈ ലോകത്തിന്റെ സംസാരങ്ങളും ശബ്ദങ്ങളും മൊത്തം എൻ്റെ കാതുകളിൽ നിന്ന് വിട്ടുപോയി. ഈ ലോകത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ദാഹം എൻ്റെ കാതുകളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി. സമറിയക്കാരി ദാഹിച്ചു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. ദൈവമേ, ദൈവത്തിന്റെ ശക്തമായ ശബ്ദം എൻ്റെ കാതുകളിൽ ഈ ദിവസങ്ങളിൽ അവിടുന്ന് കേൾപ്പിക്കണമേ. അങ്ങനെ ഈ ലോകത്തിന്റെ സംസാരം കേൾക്കാനുള്ള ദാഹം, ഈ ലോകത്തിന്റെ വ്യർത്ഥ ഭാഷണത്തിനും ഈ ലോകത്തിന്റെ ബോധ്യങ്ങളൊക്കെ കേൾക്കുവാനുള്ള എൻ്റെ കാതുകളുടെ ദാഹത്തെ അവിടുന്ന് ശമിപ്പിക്കണേ കർത്താവേ. കർത്താവേ, അങ്ങയുടെ ശക്തമായ ശബ്ദം എൻ്റെ കാതുകളിൽ അവിടുന്ന് മുഴക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. എല്ലാവരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നാം അത് കേൾക്കും. അതിനുവേണ്ടി ഒരു ദാഹം നമുക്കുണ്ടാവണം. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ച് തകർക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. കർത്താവിന്റെ ശബ്ദം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കാദേശ് മരങ്ങളെ തകർക്കുന്നു. അതുപോലെ ഓക്ക് മരങ്ങളെ ചുഴറ്റുന്നു. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആസക്തികൾ ഉയർന്നു നിൽക്കുന്നുണ്ടോ, എത്രമാത്രം മരുഭൂമിയും കഠിനമായ വലിയ പർവ്വതങ്ങളുടെയൊക്കെ
ആസക്തികൾ, വലിയ മുറിവുകളുടെ സംസാരങ്ങൾ, ഇങ്ങനെ മുറിവേറ്റിട്ടുള്ള സംസാരങ്ങൾ, ഇതൊക്കെ എത്രമാത്രം നമ്മിൽ പൊങ്ങി നിൽക്കുന്നുണ്ടോ അവിടേക്ക് ദൈവം തന്റെ ശക്തമായ ശബ്ദം മുഴക്കുമ്പോൾ അതെല്ലാം ഒടിഞ്ഞ് തകർന്ന് ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി നമ്മുടെ കാതുകൾ ദാഹിക്കും. ദാഹത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. അങ്ങയുടെ ശക്തമായ ശബ്ദം എന്റെ കാതുകൾ കേൾക്കുവാൻ വേണ്ടി ഞാനിതാ ദാഹിക്കുന്നു. ദാഹിക്കുക, ദാഹിക്കുന്നവന് ദൈവം നൽകും. നമ്മുടെ നാവിന് ദൈവം രുചി പകരട്ടെ. സങ്കീർത്തനൻ പറയുന്നുണ്ട്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. നമ്മുടെ നാവിന് ദൈവം രുചി പകരുമ്പോൾ ദൈവത്തെ ആസ്വദിക്കാനുള്ള വലിയ ദാഹം നമ്മളിൽ നിറയും. അഗസ്തീനോസ് പറഞ്ഞു, അവിടുന്ന് എൻ്റെ നാവിന് രുചി പകർന്നു. അപ്പോൾ അവിടുത്തെ കുറിച്ച് സംസാരിക്കുവാൻ എൻ്റെ നാവ് ദാഹിച്ചു. അവിടുത്തെ അനുഭവിച്ചറിയുവാൻ, ദിവ്യകാരുണ്യത്തിലൂടെ അവിടുത്തെ ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ വലിയ അനുഭവത്തിലേക്ക് എൻ്റെ നാവിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ദൈവമേ, എൻ്റെ നാവിന് അവിടുന്ന് രുചി പകരണമേ. ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ, ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ, ഭാഷാവരത്തിലൂടെ, പ്രവചനവരത്തിലൂടെ, മറ്റ് ശബ്ദവരങ്ങളിലൂടെയൊക്കെ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവിധം ഞങ്ങളുടെ നാവിന് അങ്ങാകുന്ന രുചി മനസ്സിലാക്കി തരണേ കർത്താവേ. അവിടുന്ന് എൻ്റെ ഘ്രാണേന്ദ്രിയത്തിലേക്ക് ദീർഘമായി നിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം, ദൈവത്തിലേക്ക് എത്തി വിശ്രമിക്കുവാനുള്ള വലിയ ദാഹം, നിത്യതയ്ക്ക് വേണ്ടിയുള്ള വലിയ ദാഹം ആ വിശ്വാസത്തിലൂടെ അവിടുന്ന് എനിക്ക് തന്നു എന്ന് അഗസ്തീനോസ് പറഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിന്നിലേക്ക് തിരിക്കണമേ. ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ സമറിയാക്കാരിയെ പോലെ ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് അവളോട് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ ഇതാ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക. കർത്താവേ, ഇതാ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലം വീണ്ടും വീണ്ടും ഈ ലോകത്തെ കുടിക്കുവാനും ഈ ലോകത്തിന്റെ ആസക്തികളിലേക്ക് പോകുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന, ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലം കർത്താവെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ആ ജലം, ആ ജീവന്റെ ജലം ഞങ്ങൾക്ക് നൽകണേ കർത്താവെ. അപ്പോൾ ഞങ്ങൾ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ഇനി മടങ്ങി പോകേണ്ടതില്ലല്ലോ കർത്താവെ. ഈ ദിവസങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം കർത്താവെ, ഇനിയും പഴയ പൊട്ടക്കിണറിലേക്ക് വെള്ളം കോരാൻ പോകാത്ത, ദൈവത്തെ തന്നെ നിറയുന്ന, ദൈവത്തെ തന്നെ ഉൾക്കൊള്ളുന്ന ആ ജീവജലത്തിന്റെ കിണർ കുഴിക്കുവാൻ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കർത്താവെ അങ്ങ് ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യണമേ. ജീവജലത്തിന്റെ ഉറവയായ അങ്ങയെ നേടുവാൻ ഞങ്ങൾ ഇന്ദ്രിയങ്ങൾ എവിടെയൊക്കെ പൊട്ടക്കിണറുകൾ കുഴിച്ചിട്ടുണ്ടോ, പൊട്ടക്കിണറുകളിൽ നിന്ന് ജീവജലം ശേഖരിക്കാൻ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ സമർപ്പിക്കുന്നു കർത്താവെ. ആ ജലം ഞങ്ങൾക്ക് നൽകണമേ. ഇരിക്കും. നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകളിൽ
ദൈവവചനം നിറയാനുള്ള ഒരു ദാഹമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നാം കേൾക്കും എന്തിനു വേണ്ടിയാണ് മനുഷ്യന് ദൈവം മനസ്സും ചിന്തകളും ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നൽകിയത് എന്ന്. അത് ദൈവത്തിലേക്ക് തിരിയാൻ, ദൈവത്തെ ഉൾക്കൊള്ളാൻ, ദൈവത്തിൻ്റെ പരിപൂർണത മനസ്സിലാക്കുവാൻ, ദൈവത്തെ ധ്യാനിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ചിന്തകളും നമുക്ക് ഭാവനകളൊക്കെ നൽകിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നത് നമ്മുടെ ഭാവനകളിലൂടെയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ വലിയ ജ്ഞാനത്തിൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ, അത് സ്വീകരിക്കുവാൻ നമ്മുടെ ചിന്തകളും ഭാവനകളും ഒരു തുറന്ന പാത്രമായി മാറുവാൻ, ദാഹിക്കുന്ന പാത്രമായി മാറുവാൻ, നമ്മുടെ ചിന്തകളിലും ഭാവനകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ സകലതും പരിശുദ്ധാത്മാവ് തന്നെ എംറ്റിയാക്കുവാൻ, ശൂന്യമാക്കുവാൻ, അവിടേക്ക് ദൈവം തൻ്റെ ജ്ഞാനം നിറയ്ക്കുവാൻ, അവിടേക്ക് ദൈവം തൻ്റെ വെളിപ്പെടുത്തലുകൾ നിറയ്ക്കുവാൻ നമുക്ക് നമ്മുടെ ചിന്തകളെ സമർപ്പിക്കാം, നമ്മുടെ ഭാവനകളെ സമർപ്പിക്കാം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പരിപൂർണത മുഴുവനും ഉൾക്കൊള്ളുവാൻ എൻ്റെ ചിന്തകൾക്കും ഭാവനകൾക്കും ശക്തി നൽകണമേ. എൻ്റെ ചിന്തകൾക്ക് അവിടുന്ന് തന്ന സ്വാതന്ത്ര്യത്തെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഭാവനകളിൽ അവിടുന്ന് നിറയണമേ. എൻ്റെ ചിന്തകളിൽ ദൈവവചനം നിറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ കുഴിച്ച പൊട്ടക്കിണറുകൾ, എൻ്റെ ചിന്തകളിൽ ഒത്തിരിയേറെ പോഷത്തരങ്ങളുണ്ട്, പൊട്ടക്കിണറുകളുണ്ട്. അവിടെ നിന്ന് ജീവജലം കുഴിച്ചെടുക്കാൻ, കോരിയെടുക്കാൻ പലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല. ജലം ഉൾക്കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ഈ ലോകത്തിൻ്റെ അറിവുകൾ, മാനുഷികമായ വിജ്ഞാനങ്ങൾ. ഓ ദൈവമേ, ഇതാ ഞാൻ എൻ്റെ ചിന്തകളെ നിന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചിന്തകൾ ഒരു പുതിയ വഴി കാണട്ടെ. എൻ്റെ ചിന്തകൾ ദൈവത്തെ ധ്യാനിക്കുന്ന നീർച്ചാലിനരികെ നിന്റെ വൃക്ഷം പോലെ രാവും പകലും ദൈവിക നിയമങ്ങളെക്കുറിച്ച്, ദൈവിക വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന മനുഷ്യനാക്കി എൻ്റെ ചിന്തകളെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തകൾ എവിടെയാണെന്ന് അങ്ങേക്കറിയാം. ദാഹത്തോടെ ഇവിടേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ ചിന്തകൾ ഈ ലോകത്തിൽ ചുറ്റിപ്പറ്റി, ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. എൻ്റെ ചിന്തകളെ ആത്മാവിനോട് ചേർത്ത് നിർത്തണമേ. എന്നെ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റണമേ. എൻ്റെ ഭാവനകൾ ഒരിക്കലും എൻ്റെ ശരീരത്തോടോ എൻ്റെ ചെടിക ആസക്തികളോടോ ചേരാതെ എൻ്റെ ചിന്തകളും ഭാവനകളും എൻ്റെ ആത്മാവിനോട് ചേർന്ന് ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവിക ജ്ഞാനവും എൻ്റെ ഉള്ളിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വലിയ ജ്ഞാനം നമ്മൾ നിറയുവാൻ, ദൈവിക ജ്ഞാനത്തിൻ്റെ അത്ഭുതകരമായ ഒരു വലിയ രഹസ്യം, ഒരു വലിയ വെള്ളച്ചാട്ടം നമ്മുടെ ചിന്തകളിൽ നിറയുവാൻ, നമ്മുടെ ഭാവനകളെ അത് കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ചിന്തകളെയും ഭാവനകളെയും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ അങ്ങയുടെ ജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവിധം, ഞങ്ങളുടെ ഭാവനകൾ അങ്ങയുടെ വെളിപാടുകളെ ഉൾക്കൊള്ളുവാൻ തക്കവിധം വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി.
നമുക്ക് പൂർണ്ണമായും ഇനി നമ്മുടെ എല്ലാ മേഖലകളെയും വിട്ടുകൊടുക്കാം. ദൈവത്തിന് ഇരിക്കാൻ നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ദൈവം ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി എന്തെല്ലാം ഉണ്ടോ അവയൊക്കെ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ ശരീരം, നമ്മുടെ രോഗങ്ങൾ, നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, രോഗ കാരണങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം, തളർച്ച, തകർച്ചകൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആധിയും വ്യാധിയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ശരീരം ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താതെ, ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കാം. ഇതാ ഞങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആത്മീയമായ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു തന്ന സമയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം വിളിച്ച് നമ്മളെല്ലാവരും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരാണ്. നമ്മുടെ ശുശ്രൂഷകളെയും ശുശ്രൂഷ ചെയ്യുന്ന സാഹചര്യങ്ങളെയെല്ലാം സമർപ്പിക്കാം. നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള വരദാനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, ദാനമായി നമുക്ക് ലഭിച്ച മക്കൾ, നമ്മളിൽ ദൈവം ദാനമായി നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകളും നന്മകളും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം, ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് പ്രയോജനകരങ്ങളാണ്, എല്ലാം ഈ ലോകത്തിൽ എനിക്ക് ആസ്വദിക്കാനായി ദൈവം നൽകിയിട്ടുള്ളതാണെങ്കിലും ദൈവമേ, എന്നെ ഒന്നും അടിമപ്പെടുത്താൻ അനുവദിക്കരുതേ എന്ന് പൗലോസ്ലീഹയോട് ചേർന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അടിമത്തങ്ങളുണ്ടോ, ഞാൻ ഏതെല്ലാം പാപത്തിൻ്റെ അടിമത്തത്തിലാണോ, ഏതെല്ലാം വ്യഗ്രതയുടെ അടിമത്തത്തിലാണോ, അവയൊക്കെ ഇതാ നിന്റെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് എല്ലാം പ്രയോജനകരങ്ങളല്ല. ഈ പ്രയോജനകരങ്ങളല്ലാത്ത എന്തൊക്കെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടോ, വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ദൈവമേ, ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ കൃപയുടെ അടിമത്തത്തിലേക്ക് കടന്നു വരുന്നു. ഇത്രയും കാലം നാം പാപത്തിന്റെ അടിമകളായി ജീവിച്ചെങ്കിൽ ഇനിമേൽ നമ്മെ അടിമപ്പെടുത്തുന്ന പാപവും പാപ സാഹചര്യങ്ങളെയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവനീതിക്ക് അടിമകളായി മാറുവാൻ, ദൈവകൃപയുടെ ആധിപത്യത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മാവ് കടന്നു വരുവാൻ, ദൈവം നമ്മെ പിടിച്ച് നിർത്തുന്ന, ദൈവം നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ ആത്മാവ് കടന്നു വരുവാൻ വേണ്ടി നമ്മുടെ എല്ലാ അടിമത്തങ്ങളെയും ആധിപത്യങ്ങളെയും ദൈവം ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ അവയവങ്ങളെ, ഞങ്ങളുടെ ആത്മാവിനെ ദൈവനീതിക്ക് അടിമകളായി ഞങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനീതിക്ക് അടിമകളായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയുടെ ആധിപത്യം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദൈവനീതിയുടെ അടിമകളായി ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. അവിടുത്തെ കൃപാവര ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി. കർത്താവേ, പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നാം ശക്തി പ്രാപിക്കുമെന്ന് തിരുവചനം പറയുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് മാമോദിസായിലൂടെ നമ്മിൽ അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വന്നിട്ടുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടുതൽ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. എങ്കിലും ഇത് നമുക്ക് അനുഭവമാകാത്ത നമ്മുടെ അവസ്ഥ കർത്താവിന് നമ്മെ തന്നെ സമർപ്പിച്ച്
നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഈ പരിശുദ്ധാത്മാവ് നമ്മിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നമ്മിലുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. നമ്മെ തിരഞ്ഞെടുത്ത, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത് വരങ്ങൾ കൊണ്ട് നമ്മെ നിറച്ച ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എന്നിൽ പ്രകടമാക്കണമേ. ഞാനിതാ ദാഹിക്കുന്നു. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുക്കും എന്നരുൾ ചെയ്ത ദൈവമേ, ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ പ്രകടമാകുവാൻ, എന്നിൽ ഫലങ്ങൾ നിറയുവാൻ ഞാൻ ദാഹിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. ദൈവ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. സമാധാനം നൽകണമേ. ആനന്ദം നൽകണമേ. ഒരു നിമിഷത്തെ ദാഹത്തോടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്നേഹം നിറയ്ക്കണമേ. നമുക്കിപ്പോൾ കുർബാന അർപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്നത് ദിവ്യ ബലിയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ ആ ദിവ്യ ബലിയിൽ നാം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. നമുക്ക് ബോധ്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദിവ്യ ബലിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാൻ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയതയെ കീഴടക്കുവാൻ, ആത്മീയ മനുഷ്യരായി നമ്മൾ മാറുവാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ഈ വിശുദ്ധ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്ക് ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നവരുടെ കൂടെയാണ് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകാം. എല്ലാവരും ഒരു ചെയറെടുത്ത്, അവിടെയുണ്ട് ചെയർ, അവിടെയുണ്ട് ചെയർ. അവിടെ ചെല്ലുമ്പോൾ ഓരോ ചെയറെടുത്ത് നിങ്ങൾക്ക് ആ സൈഡിൽ ഇരിക്കാം. അവിടെയാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. എല്ലാവരോടും ചേർന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മൾ നിറയുവാൻ വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ബലി അർപ്പിക്കാം. ഈ ആന്തരിക സൗഖ്യം നടക്കുന്നു.